KPCCയുടെ അധ്യക്ഷൻ കെ സുധാകരൻ ഇനി എന്നു മുതൽ തോക്ക് സുധാകരൻ എന്നറിയപ്പെടുമെന്ന് കാത്തിരിക്കുകയാണ് കേരളം. EP ജയരാജനെ വധിക്കാൻ വെടിവെക്കാൻ തോക്ക് നൽകിയത് മറ്റാരുമല്ല, സാക്ഷാൽ കെ സുധാകരൻ തന്നെയെന്ന് ഇപ്പോഴത്തെ മൊഴികൾ പുറത്തു വന്നിരിക്കുന്നു. EP ജയരാജനെ മാത്രമല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അന്ന് പ്രതികൾ കൊല ചെയ്യാൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് അന്ന് അറസ്റ്റിലായ പ്രതികളുടെ മൊഴി. ആ മൊഴിയാണ് ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ഓൺലൈൻ പുറത്തുവിട്ടിരിക്കുന്നത്. കേരള ഹൈക്കോടതി തള്ളിയ ആ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഇതാ നിർണായക മൊഴികളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആന്ധ്ര പോലീസ് 1995 രേഖപ്പെടുത്തിയ മൊഴിയാണ് ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. EP ജയരാജൻ വധശ്രമ കേസിലെ ഗൂഢാലോചനയുടെ പേരിൽ കേരള പോലീസ് എടുത്ത കേസ് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. കാരണം ഹൈക്കോടതി കേസ് തള്ളിയിരുന്നു. ആന്ധ്രാപ്രദേശിൽ വെച്ച് ട്രെയിനിലുണ്ടായ വെടിവയ്പ്പിന്റെ ഗൂഢാലോചന നടന്നത് തിരുവനന്തപുരത്താണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ആ കേസ് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി തള്ളി. ഒരേ സംഭവത്തിൽ ആന്ധ്രയിലും കേരളത്തിലും 2 കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. ഇതിനെതിരെയാണ് പുതിയ തെളിവുകളുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അന്ന് EP ജയരാജനെ വെടിവെച്ച പ്രതികൾ അറസ്റ്റിലായപ്പോൾ അവർ നൽകിയ മൊഴികളാണിപ്പോൾ കേരളം സുപ്രധാന തെളിവായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. മാധ്യമ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം EP ജയരാജൻ വധശ്രമ കേസിലെ ഗൂഢാലോചനയുടെ പേരിൽ തിരുവനന്തപുരത്ത് എടുത്ത കേസിലെ 3-ാം പ്രതിയെ ചേർക്കപ്പെട്ടിരുന്ന തലശ്ശേരിക്കാരൻ TP രാജീവിൻ്റെ മൊഴിയിലൊരു ഭാഗമുണ്ട്. ഞങ്ങൾ 1-2 ദിവസം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റിസർവേഷൻ ചാർട്ട് നോക്കി CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുന്ന പാർട്ടി നേതാക്കളുടെ പേര് പരിശോധിച്ചു. അങ്ങനെ റിസർവേഷൻ ചാർട്ടിൽ ഒരു ദിവസം EP ജയരാജനെന്നും വിജയനെന്നുമുള്ള പേരുകൾ കണ്ടു. ആ ട്രെയിനിൽ വെച്ച് ലഭിച്ച നിർദ്ദേശപ്രകാരം വിജയനെയോ ജയരാജനെയോ കൊലപ്പെടുത്താൻ അങ്ങനെ തീരുമാനിച്ചു. ഇങ്ങനെ നീളുന്നു രാജീവിൻ്റെ ആ മൊഴി. 1995 ഏപ്രിൽ 12-നുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കാൻ 97-ലാണ് തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. 99-ൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആന്ധ്ര പോലീസ് കണ്ടെത്തിയ സകലമാന തെളിവുകളുടെയും രേഖകളുടെയും സർട്ടിഫൈഡ് കോപ്പി അന്നേ തമ്പാനൂർ പോലീസ് ശേഖരിച്ചു വച്ചിരുന്നു. ഇതിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയാണ് ഏറ്റവും നിർണായകം. EP ജയരാജന് നേരെ വെടിയുതിർത്ത വിക്രം ചാലിൽ ശശിയുടെ മൊഴിയിലാണ് കെ സുധാകരൻ്റെ പങ്ക് വ്യക്തമായി പറയുന്നത്. ഇതടക്കം രേഖകളാണ് മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിട്ടതും. തലശ്ശേരിയിലെ സ്വകാര്യ ബസ് ഡ്രൈവറും RSS പ്രവർത്തകനുമായിരുന്നു ശശി. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും CPMകാർ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തി എന്ന ആരോപണത്തിൽ കടുത്ത പകയുണ്ടായിരുന്നു ശശിക്ക്. ഇതേ വികാരമുള്ള ദിനേശിനെയും കൂട്ടി 94-ൽ ഇരുവരും MV രാഘവനെയും കെ സുധാകരനെയും കണ്ടു. CPMന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളെ കൊലപ്പെടുത്തി തങ്ങളുടെ പകയ്ക്ക് അറുതി വരുത്തുകയായിരുന്നു ഉദ്ദേശം. ഇരുവർക്കും ഓക്കെ പറഞ്ഞ സുധാകരനും രാഘവനും പിന്നീടുള്ള കൂടിക്കാഴ്ചകളിൽ 10,000 രൂപ വീതം ഇവർക്ക് നൽകി. CPMന്റെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിന് ശേഷം നേതാക്കൾ മടങ്ങുമ്പോഴാകും വധിക്കാൻ പറ്റിയ സാഹചര്യമെന്നും നിർദ്ദേശം ലഭിച്ചു. പലപ്പോഴായി 4 തോക്കുകൾ സംഘടിപ്പിച്ച് നൽകിയ കെ സുധാകരൻ പാർട്ടി കോൺഫറൻസ് തീരുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് തലശ്ശേരിയിൽ നിന്നും നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനിൽ ഇരുവരും ഡൽഹിക്ക് അയച്ച് അവിടെ താമസ സൗകര്യം ഒരുക്കി. പാർട്ടി കോൺഗ്രസ് തീർന്നത് മുതൽ റെയിൽവേ റിസർവേഷൻ ചാർട്ട് നോക്കി EP ജയരാജനും സംഘവും മടങ്ങുന്ന ട്രെയിൻ തിരിച്ചറിഞ്ഞു. അതേ ട്രെയിൻ പുറപ്പെട്ട ശേഷം ഗാർഡ് റൂമിലേക്ക് ഓടിക്കേറിയാണ് ഇരുവരും യാത്ര തുടങ്ങിയെന്ന് ഇവർ നൽകിയ മൊഴിയിൽ പറയുന്നു. രാത്രി 10 മണിയോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജയരാജൻ മുഖം കഴുകാൻ വാഷ് ബേസിനരികിലേക്ക് എത്തുമ്പോഴാണ് ശശി 2 റൗണ്ട് വെടിയുതിർത്തത്. ശേഷം ട്രെയിനിൽ നിന്നും ചാടി. പിന്നീട് മറ്റു ട്രെയിനിൽ കയറി നാട്ടിലേക്ക് പുറപ്പെട്ട ശശിയെ മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുമാണ് മദ്രാസ് പോലീസ് പിടികൂടിയത്. അവിടെ നിന്നുമാണ് ഈ മൊഴി ശശിയിൽ നിന്നും പോലീസ് രേഖപ്പെടുത്തിയെടുത്തത്. മദ്രാസ് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ ഹരിതീർത്ഥൻ നേരിട്ട് രേഖപ്പെടുത്തിയ മൊഴിയാണ് എന്നതിന് തെളിവായി ഈ രേഖകളിൽ ഒപ്പും സീലുമൊക്കെ ഉണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് കെ സുധാകരന്റെ ഹർജിയിൽ തുടർ നടപടികൾ കോടതിയിൽ സ്റ്റേ ചെയ്തത്. ഇത് നീക്കി കേസിൽ അവശേഷിക്കുന്ന ഏക പ്രതിയായ കെ സുധാകരനെ വിചാരണ ചെയ്യാൻ അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കേസ് അങ്ങ് റദ്ദാക്കിയത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം ആന്ധ്രയിലെ കേസിൽ നടന്നിട്ടില്ലെന്നും അത് പ്രത്യേക കേസായി അന്വേഷിക്കണമെന്നുമാണ് അന്നും ഇന്നും സംസ്ഥാന സർക്കാരിൻ്റെ വാദം. ആന്ധ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെ സുധാകരനും MV രാഘവനും അടക്കം 4 പ്രതികൾ ഉണ്ടായിരുന്നെങ്കിലും കുറ്റപത്രം നൽകിയപ്പോൾ അത് 2ആയി കുറഞ്ഞു. പ്രതികൾ വിക്രം ചാലിൽ ശശിയും ദിനേശിനുമായി. ഇതിൽ 1-ാം പ്രതി വിക്രം ചാലിൽ ശശി 99-ൽ കൂത്തുപറമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. 2-ാം പ്രതി ദിനേശിന് 19 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചു. പിന്നീടാണ് കേരള പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ തമ്പാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേസിൽ 4 പ്രതികൾ. കെ സുധാകരൻ 1-ാം പ്രതിയും MV രാഘവൻ 2-ാം പ്രതിയും. സുധാകരനെ 97-ൽ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ചെങ്കിലും കോടതി ജാമ്യം നൽകി.
അതോടെ ചോദ്യം ചെയ്യാനാകില്ല എന്നാണ് ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ പറയുന്നത്. വിക്രംചാലി, ശശി, ദിനേശിനും 4 പ്രതികൾ. FIR-ൽ 3-ാം പ്രതിയെ ചേർത്തിരുന്നയാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഒഴിവാക്കി. ഈ പ്രതികൾക്കെല്ലാം പിന്തുണയും ഉണ്ടായിരുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിലും അതാരെന്ന് തിരിച്ചറിയാനുമായിരുന്നില്ല. പ്രതികളിൽ നിന്ന് 4 തോക്കുകൾ ആന്ധ്ര പോലീസ് പിടികൂടിയിരുന്നു. ഇവയെല്ലാം കെ. സുധാകരൻ നൽകിയതാണെന്ന് ഇരുവരും മൊഴിയും നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് ഇവർ താമസിച്ച ശ്രീദേവി ടൂറിസ്റ്റ് ഹോമിൽ നിന്നും കെ. സുധാകരൻ താമസിച്ചിരുന്ന തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്നുമുള്ള ഒക്കുപ്പൻസി രജിസ്റ്ററിന്റെ കോപ്പികൾ കേസിൽ നിന്ന് തമ്പാനൂർ പോലീസ് തെളിവായി ശേഖരിച്ചു. കൂടാതെ ശ്രീദേവി ടൂറിസ്റ്റ് ഹോമിൽ താമസിച്ചുകൊണ്ട് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് ഇവർ വിളിച്ചതും തിരികെ വിളിച്ചതുമായുള്ള ഫോൺ കോളുകളുടെ പട്ടികയും കുറ്റപത്രത്തിനൊപ്പമുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണ്. കാരണം അന്ന് റെയിൽവേ പോലീസ് എടുത്ത മൊഴികളടക്കം തമ്പാനൂർ പോലീസ് ശേഖരിച്ച തെളിവുകളടക്കം വച്ചാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി നൽകിയ രേഖകൾക്കൊപ്പം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.